ഇതാണ് H2O ഫ്ലാറ്റ് 2. ഈ ഫ്ലാറ്റാണ് 11-ാം തീയതി പൊളിക്കാൻ പോകുന്നത്. ഇവിടെ കായലിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഫ്ലാറ്റിലാണ് നമുക്ക് ഇനി 11-ാം തീയതിക്ക് ശേഷം നമ്മളിൽ നിന്നും വേർപിരിയുന്നത്. പൊളിക്കുന്ന ഫ്ലാറ്റുകളിൽ അൽഫസരൻ എന്ന ഒരു ഫ്ലാറ്റാണ് നിങ്ങളീ കാണുന്നത്. ഹലോ ഹമീദേ, നമ്മള് ഈ മരട് ഫ്ലാറ്റ് പൊളിക്കുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് ധാരാളം ആശങ്കകളുണ്ട്. അതിനെക്കുറിച്ച് പലർക്കും ഇപ്പോഴും പേടിയുണ്ട്, സംശയമുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് പലർക്കും അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഹമീദിന് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? പൊളിക്കുന്ന സംഭവത്തെ കുറിച്ച്, അത് എങ്ങനെയാണ് പൊളിക്കുന്നത്, എന്നാണ് പൊളിക്കുന്നത്, അതിന് ജനങ്ങൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നൊന്ന് പറയാമോ? ഇപ്പൊ നമ്മള് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ കേരള ജനത, പ്രത്യേകിച്ച് നമ്മുടെ കേരള ജനത വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇത് വീക്ഷിക്കുന്നത്. കാര്യം 11-ാം തീയതി 12-ാം തീയതിയും ഗവൺമെന്റ് ഈ ഫ്ലാറ്റ് അതിന്റെ എക്സ്പ്ലോഷൻ, അതായത് സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്ലോഷനിലൂടെയാണ് ഈ മരട് ഫ്ലാറ്റ് ഈ 5 പൊളിക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് IIT-യിൽ നിന്ന് വളരെ എക്സ്പെർട്ടായ ആളുകളെയാണ് ഇതിനായിട്ട് മരട് ഫ്ലാറ്റ് പൊളിക്കാൻ കൊണ്ടുവരുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് ഇത് പൊളിക്കാൻ പറ്റും. ബോംബ് പൊട്ടുന്ന പോലെ സെക്കൻഡുകൾ കൊണ്ട് തീരും. പല പല സുഷിരങ്ങൾ സ്ട്രക്ചറുകളിൽ ഇട്ടുകൊണ്ടാണ്, ആ സുഷിരങ്ങളിലൂടെ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിച്ച് അധികം ദൂരത്തോട്ട് തെറിച്ചു വീഴുക വല്ലതും ചെയ്യോ? അറിയോ? തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഇപ്പോ ശരിക്കും പറഞ്ഞ ഫെൻസ്, മറ്റേ ഒരു എന്താ പറയാ, ഇരുമ്പിന്റെ നെറ്റ് അടിച്ചതിന് ശേഷം, ചുറ്റോടിയിട്ട് അടിച്ചതിന് ശേഷം അതില് ചുറ്റോടിയിട്ടും വെള്ള തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു ശവം പൊതിഞ്ഞു വെച്ചേക്കണ മാതിരി ബിൽഡിംഗ് കംപ്ലീറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഫെൻസിന്റെയും ഈ കവറിന്റെയും പുറത്തോട്ടൊന്നും വരില്ല എന്നാണ് എക്സ്പെർട്ട് പറയുന്നത്. അപ്പൊ പൊടി പുറത്തേക്ക് വരില്ല എന്നാണ്. പൊടി പുറത്തേക്ക് വരുമെങ്കിലും വ്യാപകമായി പൊടി തടയാൻ ഇതുകൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ചിലർക്കൊരു സംശയമുണ്ട്, ഈ പൊടി അടുത്ത പ്രദേശങ്ങളിലെല്ലാം നിറഞ്ഞു വീടുകൾ മുഴുവൻ പൊടി പിടിക്കുമെന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. അത് അങ്ങനെയാണ്? അത് ശരിക്കും ഞാനിതിലൊരു എക്സ്പെർട്ട് അല്ല, കിട്ടിയ അറിവ് വെച്ചിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. കാര്യം പുകപടലങ്ങളോ ശരിക്കും ഉണ്ടാകുമെന്നാണ്, ശരിക്കും സ്മോക്ക് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പരിധിവരെയും ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട്, ഈ ഫെൻസൊക്കെ വെച്ചുകൊണ്ട് തടയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്നാലും കുറച്ച് എന്തായാലും ഇത്രയും വലിയൊരു ബിൽഡിംഗ് പൊളിക്കുമ്പോ, ചെറിയ നമ്മൾ ഒരു മതിൽ പൊളിക്കുമ്പോ തന്നെ തൊട്ടടുത്ത അയൽവക്കക്കാർ നമ്മളവിടെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പൊ പിന്നെ ഈ ഇത്രയും വലിയ കെട്ടിടം പൊളിക്കുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ട് വരും. പൊളിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇവർ എന്ത് ചെയ്യുന്ന വല്ല ഐഡിയ ഉണ്ടോ? പറഞ്ഞിട്ടുണ്ട് അവര്? അതിന് പല സ്ഥലത്തൊക്കെ ആയിട്ടത് പലരും അത് ഓരോ കാര്യങ്ങൾക്കായിട്ട് നികത്താനും പിടിക്കാനും ഒക്കെ ആയിട്ട് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. ഈ പൊളിക്കുന്ന കാഴ്ച കാണാൻ ജനങ്ങൾ അവിടെ കൂടുമെന്ന് പറയുന്നുണ്ട്. അതിന് ഗവൺമെന്റ് അതിന് തടയാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനൊരുപാട് മെഷർമെന്റ് ഇപ്പോ ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? അതായത് 11-ാം തീയതി രാവിലെ 8:30 മണിക്ക് കർഫ്യൂ സ്റ്റാർട്ടാവും. 144 CRPC 144 പ്രകാരമുള്ള കർഫ്യൂ സ്റ്റാർട്ടാവും. ഈ കർഫ്യൂ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരു ചുറ്റളവിലേക്ക് ജനങ്ങളെ പ്രവേശിപ്പിക്കൂല. പിന്നെ 10:30 ഫസ്റ്റ് സൈറൻ വരുമെന്നാണ്. ആ സൈറൺ വരുമ്പോ ആ കെട്ടിടത്തിന്റെ ഉള്ളിലുള്ള ഭാഗങ്ങളിലുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചതായിട്ട് കൺഫേം ആക്കും. അതാണ് 10:30 മണിക്ക്. ഒരു മിനിറ്റ് നീളുന്ന സൈറനാണ് 10:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ സൈറൻ. അടുത്ത സെക്കൻഡ് സൈറൻ 10:55 ആ സൈറനിലൂടെ
പോലീസിന് ട്രാഫിക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സൈറനാണ്. അത് കഴിഞ്ഞാൽ ഏത് സമയത്തും അടുത്തൊരു സൈറൻ വരും. ആ സൈറൻ വന്ന 5 മിനിറ്റിനുള്ളിൽ എക്സ്പ്ലോഷൻ നടക്കും. അപ്പൊ ആ സൈറൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചിന്തിച്ചോളാം 5 മിനിറ്റിനുള്ളിൽ അവിടെ എക്സ്പ്ലോഷൻ നടക്കുന്നു. അപ്പൊ ഈ എക്സ്പ്ലോഷൻ നടക്കുന്ന ടൈമിൽ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു സൈറൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. അത് ആ എക്സ്പ്ലോഷൻ തീരുന്നത് വരയ്ക്കും ആ സൈറൻ നിൽക്കും. ആ സൈറൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 500 പോലീസുകാരെ വിന്യസിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, ഈ പേഴ്സണൽ പോലീസുകാരെ ആരും ആ പ്രദേശത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള സൈറനാണത്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ എക്സ്പ്ലോഷൻ നടക്കണേന് ആരും ഇങ്ങോട്ട് വരരുത് എന്നുള്ളൊരു അലർട്ടാണ് അത് തരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഡെമോളിഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സൈറൻ നിൽക്കും. അപ്പൊ നമുക്ക് മനസ്സിലാകാം കഴിഞ്ഞു, ഡെമോളിഷൻ കഴിഞ്ഞു. പിന്നെ ഇത് അടുത്ത് പോയി കാണാനും വീഡിയോ പിടിക്കാനും ആൾക്കാർ കൂടുന്നുണ്ട്. അവർക്ക് അതിന് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്? എന്റെ ഒരു നിഗമനത്തില് അതിനൊന്നും ഒരു അനുവാദം കിട്ടില്ല എന്നുള്ളതാണ്. കാര്യം അതിനാണ് ഈ കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഒരു തലേ ദിവസം ഒരു മോക്ക് ഡ്രിൽ പരിശീലനം അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ പബ്ലിക്കിനെ ബോധവൽക്കരിക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ എങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ ഗൈഡ് ലൈൻസ് എല്ലാം അന്നത്തെ ദിവസം പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കിന് വാച്ച് ചെയ്യാനായിട്ട് ഒരു സ്ഥലം ഒരുക്കുന്നുണ്ടെന്ന് ദൂരെ നിന്നും വീക്ഷിക്കാനുള്ള ഒരു പ്രത്യേക സൗകര്യം ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് 10-ാം തീയതി നമ്മൾ ആ മോക്ക് ഡ്രിൽ പരിശീലനത്തിൽ അറിയാൻ പറ്റുള്ളൂ അത് എവിടെയൊക്കെയാണ്. അപ്പൊ മോക്ക് ഡ്രില്ലിന് കാണാൻ ജനങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അല്ലെ? ചെല്ലാവുന്നതാണ്. അതിന്റെ ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. 10-ാം തീയതി വൈകിട്ടായിരിക്കും മിക്കവാറും. പിന്നെ ഇപ്പോ ദൂരത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് പോലും ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വേണ്ടി വരുന്നു എന്നാണ് അറിവ്. ധാരാളം ബസ്സുകൾ പോലും ഇതിനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് ടൂറിസ്റ്റുകാർ പറയുന്നത്. ജനങ്ങളുടെ ഒരു തിരക്കൊന്നുണ്ടാവാൻ സാധ്യത? തിരക്കുണ്ടായാലും ഈ 1/2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. കാര്യം അതിനായിട്ട് കർഫ്യൂ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കർഫ്യൂ ലംഘിച്ചു കഴിഞ്ഞാൽ പിഴ അടക്കേണ്ടി വരും. പിന്നെ ഒരാൾ പറഞ്ഞു മരട്ടിലെ വെടിക്കെട്ടിന് ജനങ്ങൾ കൂടുന്നത് പോലെ ജനങ്ങൾ കൂടാനും പ്രശ്നങ്ങൾ ശരിയാണ്. തൃശ്ശൂർ പൂരത്ത് ജനങ്ങൾ കൂടുന്നത് പോലെ ജനം കൂടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തല്. ഇനിയിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയതിന്റെ പേരിൽ ചിലപ്പോ വരാതിരിക്കാനും മതി. പക്ഷെ എന്നാലും ആളുകൾ എന്തായാലും നമ്മൾ കൊച്ചി നിവാസികളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ബാക്കി സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ അറിയാം. ഓക്കെ. മരട് മുനിസിപ്പാലിറ്റി അധികൃതർ ഈ പരിസരവാസികൾക്ക് നോട്ടീസ് നൽകുന്ന രംഗങ്ങളും ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് ഈ തുടർന്ന് വരുന്ന ചിത്രങ്ങളിലൂടെയും വീഡിയോയിലൂടെയും നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഏരിയയിൽ 2 ഒന്ന് നമ്മുടെ അമ്പലത്തിന്റെ അവിടെ പിന്നെ ഇവിടെ പള്ളിയുടെ അപ്പുറം അവിടെ ബസ് ഉണ്ടാവും. ഭൂരിപക്ഷ ആൾക്കാരും നേരത്തെ പോകാന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവര് സ്വയം ഇത് മാറിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമുക്ക് പറയാൻ ഞങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ മാറ്റുന്നത്? ഉദ്യോഗസ്ഥരാ വന്നത് എന്താ മാറ്റുന്നത്? ഇപ്പൊ ഇത് ഇയാൾ വീഴുന്നു. അപ്പൊ അത്ര ഗ്യാരണ്ടി നമുക്കുള്ളൂ. അവർക്കറിയാം. ഇതൊക്കെ പറയുന്ന ആൾക്കാർ ബുദ്ധിമുട്ടാണ്. എന്താണ് നമുക്ക് പറയാം. നമ്മുടെ എന്റെ അമ്മ കൂടെ കളക്ടിരിക്കണത് ഞാൻ പഴയ പൈസ പറയണത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മരട് നഗരസഭ 33-ാം വാർഷിക ഡിസ്ട്രിക്റ്റിലെ നെട്ടൂർ തട്ടക്കാട് റോഡ് സ്ഥിതി ചെയ്യുന്ന ആൽഫ റേഞ്ചസ് എന്ന കെട്ടിടം സമുച്ചയം 2020 ജനുവരി 11-ാം തീയതി
തീയതി ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് നിയന്ത്രിത സ്പോട്ടിലൂടെ പൊളിച്ചു നിൽക്കുന്നതാണ്. പൊതുജനങ്ങളെ സുരക്ഷ മുൻനിർത്തി പാർപ്പിട സമുച്ചയത്തിൽ സമീപമുള്ള പ്രദേശങ്ങളെ അപകടം ഒഴിവാക്കി മേഖല ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ പ്രദേശങ്ങളും എല്ലാ താമസക്കാരും വാണിജ്യ വ്യവസായ ഉടമകളും നിയന്ത്രിത സ്ഫോടനം നടക്കുന്ന ദിവസം രാവിലെ 9 മണിക്ക് മുമ്പ് അപകടം ഒഴിവാക്കി മേഖല പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശത്തു നിന്നും സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതാണ്. സുരക്ഷിത കേന്ദ്രത്തേക്ക് സ്വയം ഒഴിഞ്ഞു പോകേണ്ടതാണ്. സ്വയം പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുമതിക്ക് ഇതേപോലെ അപകടം ഒഴിവാക്കാൻ മേഖലയ്ക്ക് പുറത്ത് നിൽക്കാവുന്നതാണ്. കെട്ടിടം പൊളിക്കുന്നവരെ നിരീക്ഷിക്കുക. ആർക്കാണ് അവരുടെ മൃഗങ്ങളും വസ്തുക്കളും വർത്തമാനങ്ങളും യാതൊരു നാശവും കൂട്ടാതെ ഉണ്ടായിരിക്കാൻ വേണ്ടി താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായി പാലിക്കേണ്ടതാണ്. ഒഴിഞ്ഞു പോകുന്ന എല്ലാ കെട്ടിടങ്ങളും ജനലുകളും വാതിലുകളും ഭദ്രമായി അടച്ച് ഉറപ്പുവരുത്തുക. എയർ കണ്ടീഷൻ ഓഫ് ചെയ്യുക. എല്ലാ വൈദ്യുതി ഉപകരണങ്ങളും ബന്ധം ക്ഷേപിക്കുക. ഒപ്പം വീട്ടിലെ മെയിൻ സ്വിച്ച് നിർബന്ധം ഓഫ് ചെയ്യുക. വീട്ടിലുള്ള ഉപകരണങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ബോർഡുകൾ ഇലക്ട്രിക് പവറായിട്ട് ഓഫ് ചെയ്യുക. വളർത്തുമൃഗങ്ങളെ കെട്ടിടത്തിന് അകത്ത് സുരക്ഷിതമായി പാർപ്പിക്കുക, അല്ലെങ്കിൽ അവയുടെ കൂടുകൾ പൊടി മൂലം ഉണ്ടാകുന്ന ശല്യത്തിൽ നിന്നും പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവയ്ക്കുക. വൈദ്യുതീയമായ അപകടം ഒഴിവാക്കാൻ മേഖലയിൽ നിന്നും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് താൽക്കാലികം മാറ്റുന്നതാണ്. നിയന്ത്രിത സ്ഫോടനം നടക്കുന്ന സമയത്ത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ആക്ട് 114 പ്രകാരമുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും ആവശ്യമായ എല്ലാ സഹകരണങ്ങളും ചെയ്യുന്നതാണ്. പ്രായാധിക്യം കൊണ്ടുള്ള കിടപ്പ് രോഗികൾ വൈദ്യ സേവനം ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യം മുൻകൂട്ടി അറിയിക്കുക. സെക്രട്ടറി, തേവര കോളേജ്, ഫിഷേഴ്സ് കോളേജ്. വിനു സാറുണ്ട്. വിനു സാറിനെ വിളിച്ചാൽ മതി. വിനു സാറിന് ഇപ്പോൾ എൻ്റെ ആൾ.